ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ സ്റ്റാമ്പ് വാല്യൂന്റെ റെലവൻസ് എന്താണ്? സ്റ്റാമ്പ് വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ പലപ്പോഴും നമ്മുടെ പ്രോപ്പർട്ടിയുടെ സ്റ്റാമ്പ് വാല്യൂവിന് വലിയൊരു റെലവൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആധാരത്തിൽ നമ്മൾ എഴുതിയേക്കുന്നതുണ്ടല്ലോ, ചില ട്രാൻസാക്ഷൻസ് അങ്ങനെ നടക്കാറുണ്ട്. ശരിക്കും ഇദ്ദേഹത്തിന് കിട്ടിയേക്കുന്നത് 50 ലക്ഷം രൂപയാണെന്ന് കരുതും, പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇതിന്റെ സ്റ്റാമ്പ് വാല്യൂ ഉണ്ടല്ലോ, അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ഇത് 60 ലക്ഷം ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 60 ലക്ഷം രൂപ നമ്മൾ എന്ത് കാണിക്കണം? നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ ഈ സ്റ്റാമ്പ് വാല്യൂ അല്ലെങ്കിൽ കിട്ടിയ കൺസിഡറേഷൻ ഇതിൽ ഏതാണോ കൂടുതൽ അത് നമ്മൾ സെയിൽ കൺസിഡറേഷൻ ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല പലപ്പോഴും TDSന്റെ അപ്ലിക്കബിലിറ്റി വരുമ്പോഴേ ഈ ഒരു ആംഗിൾ, അതായത് നമ്മുടെ സ്റ്റാമ്പ് വാല്യൂ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് വാല്യൂവിന് ചിലപ്പോൾ TDS പിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ സ്റ്റാമ്പ് വാല്യൂ നമ്മൾ എപ്പോഴും നോക്കേണ്ടതായിട്ടുണ്ട്. കൺസിഡറേഷനെക്കാട്ടും കൂടുതലാണ് സ്റ്റാമ്പ് വാല്യൂ എന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് വാല്യൂ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും.